നിലത്ത് വീഴും, പല പ്രാവശ്യം നിലത്ത് വീഴും. നിലത്ത് വീഴുമ്പോൾ ഷർട്ടിൻ്റെ കൊളറെ പിടിച്ച് പൊക്കും. വീണ് കിടക്കുമ്പോൾ ഓടി വന്ന് തൊഴിക്കും. അവർ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് അയാളെ ഒരു ആശുപത്രി കൊണ്ടുപോകണം, അല്ലെങ്കിൽ രാത്രി എന്തെങ്കിലും സംഭവിക്കും. ആ സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ 448 രൂപയുണ്ട്. അവർ ശാരീരിക ആക്രമണമായിരുന്നു. അവർ മാർച്ച് മാസം 3-ാം തീയതി പ്രാർത്ഥനയ്ക്കിടയിൽ കടന്നു വന്നിട്ട് പെട്ടെന്ന് എന്താ പറയുക, അവർ അകത്തേക്ക് കയറി വന്നു, എൻ്റെ കൈക്ക് വലിച്ച് പുറത്തിട്ടു. എന്നിട്ട് അവർ ചോദ്യങ്ങളിങ്ങനെ, നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യം. എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം, സനാതനധർമ്മത്തിനെതിരായിട്ട് നീ ഈ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശരിക്കും അവർക്ക് സനാതനധർമ്മം എന്താണെന്ന് അവർക്ക് അറിയില്ല, കാരണം വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരല്ലേ. അതാണ് അവരാദ്യം എന്നോട് ചോദിച്ചൊരു ചോദ്യം. അപ്പം ഞാനന്നേരം പകച്ച്, കാരണം എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ലല്ലോ. അന്നേരത്തേക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ അവിടുത്തുകാരനാണ്. അങ്ങനെ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററോളം ദൂരെയുള്ള വേറൊരു ഗ്രാമത്തിലാണ്. ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ നീ ആരാടാന്ന് ചോദിച്ചു. ഞാൻ ഈ സാറിൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു. ആദ്യം അവനെയാണ് അടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വിശ്വാസികൾ ഇറങ്ങി വരുന്നു. അവർ പറയുന്നു നീ പൈസ കൊടുത്താണോ ഇവർക്ക് ഇവർ മതം മാറ്റിയത്, ബ്രെയിൻ വാഷ് ചെയ്താണോ മതം മാറ്റിയത്. ഇപ്പം ഞാനൊന്നും അല്ലാന്ന് പറഞ്ഞു. മതം മാറ്റിയില്ല എന്ന് പറയും. അങ്ങനെ അടിച്ചു ഇവിടെ അടി കിട്ടി. അങ്ങനെ തലക്കിട്ടും, അതായത് ഈ ഭാഗത്താണ് കൂടുതൽ അവർ അടിക്കുന്നത്. പിന്നെ അടി കൊണ്ട് അവസാനം വേണ്ട 1.25 മണിക്കൂറോളം അടിച്ചു. ആ അടി കൊണ്ട് കഴിഞ്ഞാൽ നിലത്ത് വീഴും, പല പ്രാവശ്യം നിലത്ത് വീഴുമ്പോൾ ഷർട്ടിൻ്റെ കൊളറെ പിടിച്ച് പൊക്കും. വീണ് കിടക്കുമ്പോൾ ഓടി വന്ന് തൊഴിക്കും, ഓടി വന്ന് ചവിട്ടും. അതുപോലെ തന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ചാടി പൊങ്ങിയിട്ട് കൈയുടെ മുട്ട് വെച്ച് ഇവിടെ പുറത്ത് ഇടിക്കും. അങ്ങനെ ഇടിച്ചിട്ട് കൈ പൊങ്ങുകയല്ലായിരുന്നു. അതേപോലെ അവർ 1.25 മണിക്കൂറോളം ശരിക്ക് ഇടിച്ചു. അതിന് ശേഷമാണ് പിന്നീട് നമ്മളിങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന വഴിക്ക് റോഡിൽ അവിടെ ഒരു ചെറിയൊരു ഹനുമാൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. അതൊരു ക്ഷേത്രമല്ല, ചെറിയൊരു ഇതുപോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ആ ഹൈവേയുടെ സൈഡിൽ അവിടെ വന്നപ്പോൾ ഞങ്ങളെ 3 പേരെയും ആ റോഡിൽ കിടത്തിച്ചു. ഇങ്ങനെ കിടക്കാൻ പറഞ്ഞു. ഇങ്ങനെ കിടന്നു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റപ്പോൾ ഈ സമയം ഞായറാഴ്ച സമയം, ഞാൻ ആദ്യം പറഞ്ഞു ഞായറാഴ്ച സമയം ആയതുകൊണ്ട് നമ്മൾ രാവിലെ ആഹാരം കഴിക്കാതെയൊക്കെയല്ലേ പോകുന്നത്, പിന്നെ ഉപവാസത്തോടു കൂടെയൊക്കെയായിരിക്കും പോകുന്നത്. അപ്പോൾ ഒരു 1-1.5 ആ സമയത്ത് അവരെ പരിപാടിയെല്ലാം അരങ്ങേറി. പിന്നെ ആ സമയം അത്രയും സമയം അടി കൊണ്ട് കഴിഞ്ഞപ്പോൾ നടക്കാൻ വയ്യാതെയായി, സംസാരിക്കാൻ പറ്റാതെ, വായെല്ലാം ഉണങ്ങി. അവരിങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന പോലെ ഇങ്ങനെ ഉന്തി പുറകിൽ നിന്ന് ചവിട്ടിയും തൊഴിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എനിക്ക് അസ്വസ്ഥനായി. എൻ്റെ മൊത്തം ശരീരത്തിൻ്റെ സ്ഥിതി മാറിയപ്പോൾ അവന്മാർക്ക് തന്നെ മനസ്സിലായി ഇയാൾ ചിലപ്പം ചത്തുപോകുന്നു. ഉടനെ തന്നെ അവർ റോഡിൽ നിന്ന് ഇവിടെ കിടന്നൊരു വാട്ടർ ബോട്ടിൽ, ആ ബോട്ടിൽ എടുത്തിട്ട് സർവീസ് സെൻ്റർ ഉണ്ട് അവിടെ വണ്ടി കഴുകുന്നത്, അവിടെ ചെന്ന് വെള്ളം വാങ്ങിച്ചിട്ടൊന്ന് ഞങ്ങൾക്ക് കുടിക്കാൻ തന്നു കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് പോകുന്ന സമയത്താണ് ഒരാൾ വന്നിങ്ങനെ മുഖത്തിനടിക്കുന്നു. ഒറ്റയടിയാണ്. അടിച്ചിട്ട് പറഞ്ഞ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വരുന്നു, അടിച്ചിട്ട് പറയുന്നത് ഇതിനെ അഭി തുമ്പോ ജയിൽ മേ സടാ ദുംഗോ എന്ന് പറഞ്ഞാണ് പോലീസിനെ വിളിക്കുന്നത്. അപ്പോൾ ഇവർ അവിടെ വന്നത് 10-30 പേരാണെങ്കിലും ഒരു ഫോൺ വിളിച്ച് ആൾക്കാരെ കൂട്ടുന്നുണ്ടായിരുന്നു. 100-300ഓളം പേര് ആ സമയത്ത്. ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒത്തിരി ഒരു പോപ്പുലേഷനുള്ള ഏരിയയാണ്. നമ്മളിവിടുത്തെ ഗ്രാമങ്ങൾ പോലെയല്ലല്ലോ, കോളനി പോലെ അടുത്തടുത്ത് വീടുകളില്ല. അപ്പോൾ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി 10-300ഓളം ആൾക്കാരെ. ഇത്തരം ആൾക്കാർ പുറകിൽ നിന്ന് പോവും, നമ്മളെ കളിയാക്കും. അതുപോലെ ബൈക്കിൽ വരുന്നവർ എന്താണെന്ന് ചോദിക്കും പറയുന്നത് ഇങ്ങനെ മതപരിവർത്തനം നടത്തിയ ആൾക്കാരാണ്. ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നു. ബൈക്കിലൊരു 3 പേരൊക്കെ അവിടെ യാത്ര ചെയ്യുന്നത്. ഇറങ്ങുന്നു, ഇരിക്കുന്നയാളേക്ക് ബാക്കി 2 പേര് വരും, നമ്മുടെ തലക്കിട്ടടിക്കുന്നു. അവർ ബൈക്കിൽ കയറി പോകുന്നു. ഇവർ വിളിച്ചു വരുത്തുന്നവർ, ആ ഫ്രഷായിട്ട് വരുന്നവർ ആദ്യം വന്ന് അടിക്കുകയോ ചെയ്യുന്നത്. അവർ ശരിക്കും അടി കഴിഞ്ഞിട്ട് അവർ കുറച്ചങ്ങ് മാറി കഴിയുമ്പോൾ വീണ്ടും ഫ്രഷായിട്ട് വരുന്ന ആൾക്കാർ അടിക്കും. ഇങ്ങനെയാണ് അവർ ഉപദ്രവിക്കുന്നത്. തലയ്ക്കടിക്കും, പിന്നെ പുറത്തുനിന്ന് ചവിട്ടും. നമ്മൾ ഇങ്ങോട്ട് വീഴാൻ തുടങ്ങണേ ഇവിടുന്ന് ചവിട്ടിയാണ് നമ്മളെ നേരെയാക്കുന്നത്. പുറകോട്ട് പോകുകയാണെങ്കിൽ പുറകിൽ നിന്ന് ചവിട്ടിയാണ് അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു മനുഷ്യനോടെന്നുള്ള രീതിയിൽ ഒരു കൺസെപ്റ്റേ ഇല്ല അവർക്ക്. പിന്നെ ആകെ ഒരു അനുകമ്പ അവർക്കുള്ളത് മൃഗങ്ങളോട് മാത്രമാണല്ലോ. ആകെ പശുവിനോട് മാത്രമാണല്ലോ അവർക്ക് സ്നേഹമുള്ളൂ. സ്വന്തം അമ്മയോട് സ്നേഹമില്ല, സ്വന്തം അമ്മേനെ വെട്ടിക്കൊല്ലും. പക്ഷേ പശുവിനെ തൊടാൻ സമ്മതിക്കുന്ന ആകെ അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ളത് ആ മൃഗത്തിനോട് മാത്രമേ ഉള്ളൂ അവിടെ. സ്വന്തം മാതാപിതാക്കളുള്ള സഹോദരങ്ങളുടെ കുലങ്ങളിൽ ഫീലിങ്ങുള്ള ആൾക്കാരല്ല അവിടെ ഉള്ളത്. പിന്നെ അല്ലാതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ കൊല്ലു കളയില്ലേ. പിന്നെ എനിക്ക് കാരണം നടക്കാൻ പാടില്ലാത്ത ഒരു കണ്ടീഷനിൽ എത്തിയായിരുന്നു. ശാരീരിക അങ്ങനെ ആയായിരുന്നു.
അത് ഞങ്ങൾ അവിടെ നിന്ന് വന്ന് തിരിച്ച് വന്ന് ഞങ്ങൾ ഈ സംഭവം നടക്കുന്നിടന്ന് 21 കിലോമീറ്റർ ദൂരെ ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ വരെ ബൈക്ക് ഓടിക്കുക എന്ന് പറഞ്ഞാൽ കൈ പൊങ്ങുകയില്ല. പക്ഷേ ഒരു വിധത്തിൽ പോലീസുകാർ കൂടെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ ബൈക്കിലിരുത്തി കൈ കെട്ടി വെച്ചെന്ന് പറഞ്ഞ പോലെ വെച്ച് ഞങ്ങൾ വണ്ടി ഓടിച്ച് വന്നു കഴിഞ്ഞ് അവിടെ അടുത്തൊരു അപ്പം ഞങ്ങളുടെ ബാഗെല്ലാം അവിടെ മിസ്സായി പോയായിരുന്നു ഈ പ്രാർത്ഥന നടക്കുന്നത്. അതിനൊക്കെ എൻ്റെ വൈഫിൻ്റെ. അപ്പോൾ ആ ബാഗിനകത്താണ് ഞങ്ങളുടെ റൂമിൻ്റെ താക്കോല്. അപ്പോൾ ഈ നാഷണൽ ഹൈവേയുടെ സൈഡിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇവരപ്പം തന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അവർ ചോദിച്ച് മനസ്സിലാക്കി എല്ലാം ചെയ്തിരുന്നു. അതപ്പം തന്നെ അവർ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ അടുത്തുള്ള ആ നമ്പർ അവിടെയുള്ള RSകാരോടൊക്കെ വിളിച്ച് പറഞ്ഞു. ഞങ്ങളുടെ അടുത്തൊരു RSൻ്റെ ഒരു ശാഖ ഉണ്ടായിരുന്നു, അങ്ങോട്ടൊക്കെ വിളിച്ച് പറഞ്ഞു അവർ. അപ്പോൾ നമ്മളവിടെ നിൽക്കുന്നത് സേഫല്ല, കാരണം വീടിനകത്ത് കയറാതെ കംപ്ലീറ്റ് പാൻറ്റ് ഷർട്ടും ഇതിനൊക്കെ വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും ഒക്കെയാണ് ഞങ്ങൾ രാത്രി ഞായറാഴ്ച ഇടുന്നത്. അത് മുഴുവൻ ചെളിയായി ചോരയൊക്കെ ആയി ഇവിടെ പൊട്ടി ഇങ്ങനെ ഇവിടെ ഇടിച്ചിട്ട് പൊട്ടിയായിരുന്നു, പൊട്ടി ചോരയെല്ലാം ഒഴുകി. അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു ഭാഷയെ ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞു, ഭാഷ ഇന്ന ഒരു സംഭവം ഉണ്ടായി, ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പുള്ളി പറഞ്ഞു കുഴപ്പമില്ല ഞാൻ വരാൻ. അങ്ങനെ അവർ വന്ന് പിന്നെ അവരുടെ വീട്ടിൽ ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോഴൊക്കെ ഈ ഇടിയിട്ടതിൻ്റെയൊക്കെ മരപ്പുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമുക്ക് വേദന അറിയത്തില്ല. ആകെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു കൈ പൊങ്ങുന്നില്ല എന്ന് മാത്രമേ എനിക്കറിയത്തുള്ളായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ അവിടെ കടുകെണ്ണയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭാര്യ കുറച്ച് കടുകെണ്ണ തന്നു. എൻ്റെ ഷർട്ടും പാൻറ്റൊക്കെ മാറി ഞങ്ങൾ കടുകെണ്ണയൊക്കെ നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ച് ആ കുളി കഴിഞ്ഞപ്പോഴാണ് ഈ മരവിലെല്ലാം വിട്ടിട്ട് എനിക്ക് വേദനയായി. പിന്നെ എനിക്ക് കിടക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനെത്തിയായിരുന്നു. പിന്നെ അതിനു മുമ്പ് എനിക്ക് കഴിഞ്ഞ വർഷം ഇതുപോലെ ഹാർട്ടിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 മലയാളി ഡോക്ടർമാരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. കാരണം എൻ്റെ BP 0 ആയിപ്പോയായിരുന്നു അവിടെ വെച്ച്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറോട് ഇവർ ഈ ഭാഷ വിളിച്ച് പറഞ്ഞു, സണ്ണി സാറിന് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് അയാളെ ഒരു ആശുപത്രി കൊണ്ടുപോകണം, അല്ലെങ്കിൽ രാത്രി എന്തെങ്കിലും സംഭവിക്കുന്നു. ആ സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ 448 രൂപയുണ്ട്.